Next question, if P and Q are prime numbers, then LCM of PQ is. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പിയും ക്യൂവും പ്രൈം നമ്പേഴ്സാണ്, അതായത് അതിന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണും പിയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണും പിയും ക്യൂവിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണും ക്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് പ്രൈം നമ്പേഴ്സ്, രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ എൽസിയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ 5ഉം 7ഉം രണ്ട് പ്രൈം നമ്പേഴ്സാണ്, അതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് 5 × 7 = 35. Therefore, the answer of this question is P × Q. Next question, if D equal to HCF of 4872, then the value of D. അതായത് D എന്ന് പറയുന്നത് 48ൻ്റെയും 72ൻ്റെയും HCF ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ HCF of 4872 കണ്ടുപിടിച്ചാൽ മതി. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് 48നെയും 72നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നേരത്തെ രണ്ട് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ 2⁴ × 3, 72നെ 2⁵ × 3². ഇതിൽ 2⁴ലും 2⁵ കോമൺ ആയിട്ടുള്ളത് 2⁵ ആണ്. 3ലും 3² കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. അതായത് 8 × 3, that is 24. Therefore, the value of D equal to 24. Next question, given LCM of 9126 equal to 182, then HCF of 9126 is. ഇത് നേരത്തെയുള്ള അതേ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. HCF × LCM equal to product of numbers. ഇവിടെ A എന്ന് പറയുന്ന 91, B എന്ന് പറയുന്ന 26, LCM എന്ന് പറയുന്ന 182. HCF of 9126 × LCM of 9126 equal to product of 91 and 26. ഇവിടെ LCMൻ്റെ വാല്യൂ ഉണ്ട്, എയുടെയും ബിയുടെയും വാല്യൂ, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ HCF of 9126 equal to 91 × 26 divided by 182. അതിനെ സോൾവ് ചെയ്യുമ്പോൾ 91 182 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13. അപ്പോൾ HCF of 91 and 26 equal to 13. Next question, if n is any natural number which ends with 0, then the prime factorization of n contains dash numbers. ആൻസർ, അതായത് ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സിൽ 10 എന്നുള്ള ഒരു നമ്പർ വരണം, എങ്കിലേ ആ നമ്പറിനെ നമുക്ക് 0 വെച്ച് എൻഡ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റൂ. ഇവിടെ 10ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ രണ്ട് പ്രൈം നമ്പേഴ്സ് വരും, അതായത് 2 and 5. Therefore, the answer is 2 and 5. Next question, how many prime factors are there in the prime factorization of 5005? 5005നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 5 × 7 × 11 × 13. അപ്പോൾ ഈ 5005ൻ്റെ ഫാക്ടറൈസേഷനിൽ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 5, 7, 11, 13. അതായത് 4 പ്രൈം നമ്പേഴ്സാണുള്ളത്. ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4 പ്രൈം ഫാക്ടേഴ്സ്. ദാറ്റ് ഫാക്ടേഴ്സ് ആർ 5, 7, 11 and 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. Every composite number can be expressed as product of primes and the factorization is unique except for the order in which prime factor occurs.